നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 165 പേർക്ക് ദാരുണാന്ത്യം എന്ന റിപ്പോർട്ട്. 600-അധികം പേരെ കാണാതായവരിൽ 466 വിദേശികളും 113 നേപ്പാളികൾ. 30-ലധികം രാജ്യങ്ങളിലെ പൗരന്മാരെ കാണാതായി. മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇതേസമയം ഇപ്പോൾ കാണാതായ 100 ഇന്ത്യക്കാരെ കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി ഫെമിന ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഫെമിന, ഏതായാലും ഇപ്പോൾ 2 മണിക്ക് ഇപ്പോൾ ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മരണസംഖ്യ 165, അത് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ടോ? 100 ഇന്ത്യക്കാരെ കണ്ടെത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 2 മണിക്ക് വിദേശകാര്യ മന്ത്രാലയം ഈ നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനയിലെയും നേപ്പാളിലെയും അംബാസിഡർമാരുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. ഫോറിൻ സെക്രട്ടറിയുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഈ നേപ്പാൾ പശ്ചാത്തലത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. പ്രധാനമായിട്ടും 178 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നേപ്പാൾ ടൂറിസം ബോർഡിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. 644 പേരെ കാണാതായതായിട്ടാണ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യയിൽ നിന്നാണ്. 178 ഇന്ത്യക്കാരെയാണ് കാണാതായിട്ടുള്ളത്. 30-ൽ കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാരെ കാണാതായിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള 35 പേരെയും കാനഡയിൽ നിന്നുള്ള 25 പേരെയും നേപ്പാളിൽ നിന്നുള്ള 127 പേരെയും അടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് കാണാതായിട്ടുള്ളത്. അതേസമയം തന്നെ നേപ്പാൾ സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 100 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കണ്ടെത്തിയതായിട്ടുള്ള ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനൊരു സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും 2 മണിക്ക് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. പ്രത്യേകിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക്, എത്ര ഇന്ത്യക്കാരാണ്, ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ, ഏത് ട്രാവൽ ഏജൻസി വഴിയാണ് എത്തിയത് എന്നുള്ളൊരു കണക്ക്, ചിലപ്പോൾ ഒരു വ്യക്തത ഇപ്പോൾ പത്രസമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ബീഹാറിലും ഉത്തർപ്രദേശിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ചില അതിർത്തി ജില്ലകളിൽ ഈ NDRFനെ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യങ്ങൾക്കും സജ്ജമാകാനായിട്ടുള്ള നിർദ്ദേശം ആർമിക്കും അതുപോലെ തന്നെ NDRFനും എല്ലാം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളുമായിട്ട് വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ഇപ്പോൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നേപ്പാളിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ആശയവിനിമയ സംവിധാനം ആകെ തകർന്നുകൊണ്ട് ഈ കാണാതായവരെ കണ്ടെത്തുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കനുസരിച്ച് 178 ഇന്ത്യക്കാരെയാണ് കാണാതായിട്ടുള്ളത്. പക്ഷേ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 300ഓളം ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു സ്ഥിരീകരിക്കണമെങ്കിൽ ചിലപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് ലഭ്യമാകും. എന്തായാലും നേപ്പാളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്.